ഹലോ, ഡേസീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഒരു നല്ല ഫ്രഷ് മാന്തൽ മീൻ കിട്ടി. ഇവിടെ ബോഡ്ചട്ടി പോയിട്ട് നല്ല ഫ്രഷായിട്ടുള്ള മാന്തൽ മീൻ കിട്ടി. വലിയ മാന്തലാണ് കിട്ടിയത്. കണ്ടു, ഇതിൻ്റെ വലിയ പീസുകൾ. ഇതെല്ലാം നന്നായി അപ്പുറം ഇപ്പുറമൊക്കെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇച്ചിരി വണ്ണം കുറഞ്ഞ പീസ് കറി വയ്ക്കാനും, വണ്ണമുള്ള പീസ് ഇതുപോലെ ഉപ്പ്, മുളക്, കുരുമുളക്, ഇച്ചിരി നാരങ്ങ നീര്, ഇച്ചിരി വെള്ളുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടെ പുരട്ടി വറക്കാനും വെച്ചു. വലിയ മാന്തലാണ്, ഒരു മാന്തൽ 3 പീസ് ആക്കാം, അത്രയും വലിയതായിരുന്നു. അപ്പോൾ അതുപോലെ വറക്കാനും ഇത്രയും കറി വയ്ക്കാനും വെച്ചിരിക്കുകയാണ്. മാന്തൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിഷാണ് മാന്തൽ. അധികം ഉണക്കിയാണ് നാട്ടിൽ കിട്ടുക, അതുപോലെ വലുത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ വലുത് എപ്പോഴും കിട്ടും. അപ്പോൾ അങ്ങനെ ബോഡ്ചട്ടി പോയിട്ട് ഫ്രഷായിട്ട് കിട്ടിയ മീനാണ്. ഓൾറെഡി ഒരു പ്രാവശ്യം ഞാൻ കറി വെച്ചു, നല്ല അപാര ടേസ്റ്റായിരുന്നു. അപ്പോൾ വീണ്ടും ഒന്നും കൂടിയും കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ എങ്ങനെ കറി വയ്ക്കണമെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ രാവിലെയാണ് കിട്ടിയ, കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഈ മീൻ ഒരു 1/2 kg 3/4 കിലോ ഉണ്ട്. അതിലേക്ക് വേണ്ടുന്ന അത്രയും ചട്ടിക്കകത്ത് അതിലേക്ക് വേണ്ടുന്ന അത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾ, 1 സ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ട്, കുടംപുളി ഇട്ട്, ആവശ്യത്തിന് കുടംപുളി ഇട്ട്, ഇത്രയും കുടംപുളി ഇടാൻ പോവാണ്. കുടംപുളി ഇട്ട് ഇതുപോലെ നന്നായി തിളയ്ക്കുമ്പോൾ ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മാന്തലുണ്ടല്ലോ, മാന്തൽ ഇങ്ങനെ ഓരോന്ന് പറക്കിയിട്ട് നന്നായി തിളപ്പിച്ച് ഈ വെള്ളം ഒരു 75% വറ്റണം. വറ്റി അങ്ങനെ ഇരിക്കണം. എന്നിട്ട് ഞാനിനി കിടക്കണേക്കാളും ഇന്ന് രാത്രി ഈവനിങ് ആണ് ഞാനിതിൽ മസാലയും അരപ്പെല്ലാം ചേർക്കുന്നത്. എന്നിട്ട് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഈ കറിക്ക് അപാര ടേസ്റ്റാണ്. ഇന്ന് രാത്രി കറി വെച്ച് ഇന്ന് കഴിച്ചാലും ടേസ്റ്റ് തന്നെ, നാളത്തേക്ക് ഇനിയും ടേസ്റ്റ് കൂടും. എപ്പോഴും ഞാൻ മീൻ കറി അങ്ങനെയാണ് വെക്കുന്നത്. ഓൾറെഡി മീൻ ഒരു പ്രാവശ്യം വെച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വീണ്ടും അതുപോലെ വയ്ക്കാൻ വേണ്ടി ഞാൻ അതുപോലെ തിളപ്പിച്ച് പറ്റിച്ച് വയ്ക്കാൻ പോവുകയാണ്. മീനിട്ടു, തിളച്ച് കഴിഞ്ഞ് മീനിട്ടു, കുടംപുളി, ഉപ്പ്, മഞ്ഞൾ, 1 സ്പൂൺ മുളക് പൊടി ഇത്രയേ ഉള്ളൂ. ഇനി വെള്ളം വറ്റണം. മീൻകറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 50% 75% വെള്ളം പറ്റണം. പറ്റിച്ചങ്ങനെ വെച്ചിട്ട് രാത്രിയാകുമ്പോൾ എനിക്ക് വേണ്ട മസാല, മുളകും മല്ലിയും ഉള്ളിയും ഇഞ്ചിയും വെള്ളിയൊക്കെ മസാല ചേർത്ത് കറി ഉണ്ടാക്കും. പറ്റട്ടെ. ഓക്കേ. കറി ഉപ്പും മഞ്ഞളും കുടംപുളിയും 1 സ്പൂൺ മുളക് പൊടി ഇട്ട് പറ്റിച്ചതാണിത്. മാന്തൽ മീൻ നന്നായി പറ്റിയിട്ടുണ്ട്, ഇച്ചിരി വെള്ളമുള്ളൂ. ഇനി ഇതിന് മസാല എല്ലാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട മസാല, ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, ഇതുപോലെ അരിഞ്ഞിട്ട്. ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5-10 വെള്ളുള്ളി അല്ലികൾ, ഒരു 5-6 പച്ചമുളക്, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ ഉലുവ, പിന്നെ മല്ലിയില, കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. 2 സ്പൂൺ എണ്ണയിലേക്ക് ഉള്ളി ചേർത്താണ്. ഉള്ളി, ഇഞ്ചി, വെള്ളുള്ളി, ഇഞ്ചിയും വെള്ളുള്ളിയും ഇത് നല്ലപോലെ ചുമന്ന കളറാവണ വരെ ഫ്രൈ ചെയ്യാം. ഉള്ളി, ഇഞ്ചിയും വെള്ളുള്ളിയും ചുമക്കെ വഴന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ കുറച്ചിട്ടിട്ട് ഈ മല്ലിപ്പൊടി,
മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ, ഒരു മൂത്ത മണം വരും. പച്ചമണം മാറുമ്പോൾ ഈ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലോണം വാടി നല്ല സ്മാഷ് ആവണം, അതുവരെ വഴറ്റാം. അപ്പോൾ നല്ലോണം വഴന്ന് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. തക്കാളിയും കൂടെ നല്ല സ്മാഷ് ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ മസാല നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇനി മീൻകറിക്ക് ആവശ്യമായ വെള്ളത്തിൽ അത് നന്നായി മിക്സ് ചെയ്ത് മീൻകറിയിൽ ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് മീൻകറി ചേർക്കാം. മീൻകറിക്ക് എത്ര വെള്ളം വേണോ അത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. മീനിൽ മസാല ഇട്ട് മീൻ വെന്ത് കഴിഞ്ഞാൽ ഒരിക്കലും സ്പൂൺ വെക്കാൻ പാടില്ല. ഇതുപോലെ ചുറ്റിച്ച് ഇങ്ങനെ ആട്ടി ഇങ്ങനെ ചുറ്റിച്ച് മസാല മിക്സ് ചെയ്യണം. പിന്നെ അത് തിളയ്ക്കുമ്പോൾ മിക്സ് ആയിക്കോളും. കറിവേപ്പില 5-6 എടുത്ത് കീറി വെച്ചിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഇടുകയാണ്. കുറച്ച് കറിവേപ്പിലയും ഇടാം. നന്നായി വെട്ടി തിളയ്ക്കണം. വെട്ടി തിളച്ച് കുറച്ച് കുറുകുമ്പോൾ തളിക്കാം. കറി നന്നായി തിളച്ചു. 2 തവണ അങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. നന്നായി തിളച്ച് പാകത്തിന് ഗ്രേവി ആകുമ്പോൾ താളിക്കാം. കുറച്ചുകൂടി പറ്റണം. കറി പാകത്തിന് തിളച്ച് കുറിയിട്ടുണ്ട്. ഇനി താളിക്കാൻ പോവാണ്. ഒരു നുള്ള് ഓപ്ഷൻ മാത്രമാണ്. ഞാനൊരു നുള്ള് മസാല, ഗരം മസാല ഒരു 2 നുള്ള് ഓപ്ഷനിൽ മാത്രമാണ്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ചട്ടിയിലായതുകൊണ്ട് ഇതിനി ഇരുന്ന് കുറുകും. അപ്പം മതി. ഇന്നലെ രാവിലെ തിളപ്പിച്ച് വെച്ചതുകൊണ്ട് ഉപ്പും ഒക്കെ കറക്റ്റാണ്. പോരങ്ങ അതുപോലെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം. മുളക് കുറവാണെങ്കിൽ കടുക് വറക്കുമ്പോൾ താളിക്കുമ്പോൾ മുളക് ചേർക്കാണ് ടേസ്റ്റ്. മല്ലിയെല്ലാം കൂടെ ചേർത്ത് ഇറക്കി വയ്ക്കാം. ഇനി താളിക്കാം. 2 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഏത് ഇഷ്ടമുള്ളവർക്ക് ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാം. കോക്കനട്ട് ഓയിലാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഞാൻ കുറച്ച് കടുക് ഇടുന്നുണ്ട്. ഉലുവ പൊടി ഇട്ടത് കൊണ്ട് ഞാൻ ഉലുവ ഇടുന്നില്ല. ഉള്ളി ചേർക്കുകയാണ്. ഉള്ളി ഒന്ന് ചുമക്കെ വഴറ്റിയെടുക്കാം. ചുമന്ന കളറാകുന്ന നേരെ വഴറ്റാം. ഉള്ളി ചുമന്ന് വന്നിട്ടുണ്ട്. കറിവേപ്പില ചേർക്കാം. കറി താളിക്കാം.
കറി കഴിഞ്ഞു. കറി കഴിയുന്നത് വരെ ചട്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ടേസ്റ്റ്. നാശാവൂല്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ചട്ടിയിൽ തന്നെ കഴിയുന്നവരെ വയ്ക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത്രയാണല്ലോ മാന്തൽ കറി. ഇങ്ങനെ ഇരിക്കും പീസ്. എന്നിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ച് സൂപ്പർ ടേസ്റ്റാക്കി നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇച്ചിരി ചോറിനകത്ത് ഒഴിച്ച് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഫിഷ് കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കഷ്ണം മാന്തൽ മീൻ എടുത്തു, ഇച്ചിരി ചാറ് ഒഴിച്ച് കറിവേപ്പില വളരെ നല്ലതാണ്. കറിവേപ്പില ഞാൻ കളയുന്നില്ല. ഫിഷ് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കാം. നല്ല പീസായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. സൂപ്പർ സൂപ്പർ. ഉപ്പും മുളകും പുളിയും നന്നായി പിടിച്ച് തിളപ്പിച്ച് വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് മീൻ്റെ പീസ്. ഇനി ഇതിൻ്റെ ഗ്രേവി നോക്കാം. അടിപൊളി അടിപൊളി, ഉഗ്രനായിട്ടുണ്ട്. വെരി ടേസ്റ്റി. ഇതുപോലെ തിളപ്പിച്ച് വെച്ച് തന്നെ എല്ലാവരും കറി ഉണ്ടാക്കണം. കറി കഴിയുന്നവരെ ചട്ടി തന്നെ ഇരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ വേറൊരു വീഡിയോയുമായി പിന്നെയും കാണാം. ബൈ.